കഴിഞ്ഞതോടുകൂടി ഒഫീഷ്യലി നീയും ലോക്ക്ഡൌൺ അർത്ഥം. എടാ ഇപ്പോഴേ വേണം ഇതൊക്കെ, കുറച്ചുകൂടിയൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് പോരെ. എടാ നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താ? കെട്ടിക്കഴിഞ്ഞാൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റൂലേ? നമ്മുടെ പാർട്ട്ണർ കൂടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരുമോ? ഇതൊക്കെ എന്താ ഈ പറയണേ? ഇപ്പൊ നിനക്കിങ്ങനെ പലതും തോന്നും, പക്ഷെ കെട്ടിക്കഴിഞ്ഞാൽ എന്റെ പൊന്നു മോനെ ദാ ഞാൻ വെട്ട പോലെ പെടേണ്ടി വരും. തിരിയണമെങ്കിൽ മറിയണമെങ്കിൽ അങ്ങോട്ട് പോകണമെങ്കിൽ ഇങ്ങോട്ട് വരണമെങ്കിൽ അവരുടെ പെർമിഷൻ വാങ്ങിക്കേണ്ടി വരും. അത് നിന്റെ കെട്ടിയുള്ളു, പക്ഷെ എന്റെ കുഞ്ഞി അങ്ങനല്ല. ഓ കണ്ടറിയാം. കണ്ടറിയാനൊന്നുമില്ല അവൾക്ക്. പിന്നെ എന്നെ സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ കുറച്ച് ദേഷ്യവും വാശിയും ഉണ്ടെന്നല്ലാണ്ട് വേറെ ഒന്നിലും അവൾ ആവശ്യമില്ലാണ്ട് കൈയെടുത്താറില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ആയിക്കോട്ടെ. അല്ല പൊന്നുമോൻ വരണില്ലേ? പിന്നെ വരുന്നു. കൃഷ്ണ വെങ്കി, ഞാൻ വിചാരിച്ച എൻഗേജ്മെന്റ് കഴിഞ്ഞതിന്റെ ക്ഷീണം കാരണം നീ ഇനി ഒരാഴ്ച കൂടി ലീവ് നീട്ടുമെന്ന്. ഉള്ള ലീവെല്ലാം ഞാൻ ഇപ്പോഴേ എടുത്ത് തീർത്താലേ കല്യാണത്തിന് അന്ന് അവൾ അവിടെയും ഞാൻ ഇവിടെ ഇരിക്കേണ്ടി വരും. അത് ശരിയാ. അപ്പൊ എങ്ങനെ ഇന്ന് വൈകിട്ട് കൂടല്ലേ? എന്തിനെന്നോ? നിന്റെ എൻഗേജ്മെന്റിനോ ഞങ്ങക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ അന്ന് മിസ്സായ പാർട്ടി ഇന്നെന്തായാലും നീ നടത്തിയേ പറ്റൂ. എടാ അത് മാരേജിന്റെയും കൂടി ഒരുമിച്ച് ചെയ്താ പോരെ? ഏയ് പോരെ. ഓഹോ, രണ്ടും കൂടി എന്നെ മുതലെടുക്കാണല്ലേ? നീയും ഇതുപോലെ ഞങ്ങളെ കൊറേ മുതലെടുത്തിട്ടുണ്ട്, മറന്നുപോയോ? ഇല്ല. അപ്പൊ പറഞ്ഞ പോലെ നൈറ്റ് ക്ലബിൽ കാണാം. ഓക്കെ, ജോലിയുണ്ട്. തെണ്ടി കൃഷ്ണ. മാം വിളിക്കുന്നുണ്ട്. എടാ ഞാനെങ്കിൽ ഒന്ന് ചെന്നേച്ച് വരാം. നീ ചെല്ലും. ഗാഥ. കൃഷ്ണ കേറി വാ. എൻഡി മാളിന്റെ പ്രൊജക്ട് റീചെക്ക് ചെയ്യാൻ ഞാൻ കൃഷ്ണയല്ലേ ഏൽപ്പിച്ചേ? എന്നിട്ടത് ഇതുവരെ തിരിച്ചിട്ടില്ലല്ലോ. അത് ഞാൻ എല്ലാം ക്ലിയർ ചെയ്തിട്ട് സാമിനെ ഏൽപ്പിച്ചതാണല്ലോ. ആണോ? പക്ഷെ എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഞാനത് നാട്ടിൽ പോണതിന് മുന്നേ അവനെ ഏൽപ്പിച്ചതാ നിന്റെ കയ്യിൽ തരാൻ. എന്നിട്ട് അവൻ തന്നില്ലേ? ഞാൻ എന്തായാലും അവനോടൊന്ന് ചോദിച്ചിട്ട്. നൈറ്റ് എന്താ പരിപാടി? അത് അവന്മാരുമായിട്ട് ക്ലബിലൊന്ന്. ഓ, ആഘോഷാണോ? ചെറുതായിട്ട്. നീ വരുന്നോ? ചോദിക്കാനുണ്ടോ? എങ്കിൽ നീ ഫ്രീ ആകുമ്പോ വിളിച്ചാ മതി, ഞാൻ വന്ന് കൂട്ടിട്ടോ. ഓക്കെ. പിന്നെ നീ ആ മീരെ കൂടി കൂട്ടിക്കോ. ഇനി അവക്ക് മാത്രം ചെലവ് ചെയ്തില്ലെന്ന് വേണ്ട. അത് നീ അങ്ങ് പറഞ്ഞാ പോരെ? ഹേയ്, ഞാനുമായിട്ട് അവൾ അത്ര വലിയ ക്ലോസ് അല്ലല്ലോ. നിന്റെ ഫ്രണ്ട് അല്ലേ, നീ പറഞ്ഞാ മതി. അങ്ങനെ നിന്റെ മാവും പൂത്തു അല്ലേടാ? കൊറേ നാളുകൊണ്ടുള്ള കാത്തിരിപ്പല്ലേ, പൂക്കാണ്ടിരിക്കുവോ? സത്യം പറഞ്ഞാൽ നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ അമ്മയോട് പോയി പണി നോക്കാൻ പറഞ്ഞേനെ, എന്നിട്ട് അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോന്നേനെ. ഇതിപ്പോ നീ വെറുതെ ഇത്രയും നാള്. നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നീ പറഞ്ഞ പോലെ ചെയ്യാൻ എല്ലാരെ കൊണ്ടും പറ്റും. എനിക്കതിനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടും അല്ല. ഞാൻ വിചാരിച്ചിരുന്നേ അത് മുമ്പേ ആകായിരുന്നു. പക്ഷേ കുഞ്ഞി അവളെ ഓർത്തിട്ടാ ഞാൻ. നിനക്കൊക്കെ അറിയൂ, എല്ലാവരുടെയും മുന്നിൽ ചിരിച്ചും കളിച്ചും നടന്നാലും ആ പാവത്തിൻ്റെ ഉള്ളിൽ നിറയെ സങ്കട. അത് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. എല്ലാവരും എല്ലായിടത്തുനിന്നും അവളെ ഒരുപടി പിന്നിലേക്ക് മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ, കുത്തി നോവിച്ചിട്ടേ ഉള്ളൂ. എന്തിന് ഈ പറയണ അമ്മ വരെ. ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അമ്മയുടെ കാര്യത്തിൽ ഞങ്ങൾ ഒന്നാവുന്ന നിമിഷം അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കാൻ മുൻപിൽ തന്നെ കാണണമെന്ന് എനിക്ക് അല്പം നിർബന്ധം ഉണ്ടായിരുന്നു. അതാ ഞാൻ. നിന്റെ അമ്മയെക്കാളും വലുതാണോ നിനക്ക് അവള്?
നീ ഇങ്ങനെ ചോദിക്കാനും വേണ്ടി ഞാൻ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കാത്ത മകനൊന്നുമല്ല. അവർക്ക് രണ്ടുപേർക്കും പകരാവാൻ മറ്റൊരാളെ കൊണ്ടും പറ്റില്ല എന്നും പറഞ്ഞ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുഞ്ഞെ മറന്ന് ജീവിക്കാൻ എന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. എത്രയ്ക്കായാലും അത് നിന്റെ അമ്മയല്ലേ. ഏതമ്മയാ മകന്റെ ജീവിതം നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നത്? നീ അപ്പം എന്താ ഈ പറഞ്ഞു വരുന്നത്? കുഞ്ഞി ഞാൻ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നശിച്ചു പോകുന്നോ? അല്ലടാ, ഞാനത് അങ്ങനല്ല. നീ ഇപ്പൊ പറഞ്ഞില്ലേ മകന്റെ ജീവിതം നശിച്ചു കാണാൻ ഒരമ്മയെ ആഗ്രഹിക്കില്ലെന്ന്. അപ്പൊ എനിക്ക് ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് വരെ അമ്മയ്ക്ക് ആ ബോധം ഇല്ലായിരുന്നോ? അത് ഞാൻ ഈ പറയണ അമ്മ തന്നെ പണ്ട് ചെറുപ്പം മുതൽ അവൾ എൻ്റെ പെണ്ണാണെന്നും പറഞ്ഞ് എന്നെ എന്നിട്ട് പെട്ടെന്നൊരു ദിവസം വന്നിട്ട് അവള് നിനക്ക് ചേരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യണ്ടേ? മനസ്സ് കൊടുത്ത് സ്നേഹിച്ച പെണ്ണിനെ വേണ്ടാന്ന് പറഞ്ഞ് കറിവേപ്പില പോലെ വലിച്ചെറിയണോ? നീ പറ. നിനക്കറിയാവുന്നതല്ലേ ഗാഥ കുഞ്ഞി എൻ്റെ കാര്യത്തിൽ എത്രമാത്രം. അതുപോലെ ഞാനും അവൾ കരഞ്ഞതിനേക്കാൾ കൂടുതൽ എനിക്ക് അവളെ സന്തോഷിപ്പിക്കണം. അവൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറം സ്നേഹം വാരിക്കോരി കൊടുക്കണം. ബാക്കിയുള്ളവർ കുത്തി നോവിച്ചതിനും സങ്കടപ്പെടുത്തിയതിനും പകരമായിട്ട് ഒരു കുറവും വരുത്താണ്ട് അവളെ എനിക്ക് പൊന്നുപോലെ നോക്കണം. കൃഷ്ണ, അവളത്രയ്ക്ക് പാവാടാ. ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു ജീവിതവും സ്വപ്നം കണ്ട് കഴിയുക. പാവം കൃഷ്ണ, താനിങ്ങനെ ഇമോഷണൽ ആവാതെ. എന്തായാലും എല്ലാം ശരിയായില്ലേ? ആന്റി സമ്മതിച്ചില്ലേ? അത് തന്നെ. എന്തായാലും ഇപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ? പിന്നെ നിങ്ങളുടെ ലവ് മാരേജ് ആയോണ്ടും നിങ്ങൾക്കിടെ വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തോണ്ട് നീ സേഫായി. അല്ല പിന്നെ ഞങ്ങളെ പോലെ പെട്ടുപോയേനെ. അത് പോയിന്റ്. എടാ, നിനക്കൊക്കെ ഇത് എന്തിന്റെ കേടാ? നിന്റെയൊക്കെ പറച്ചിൽ കേട്ടാത്തൊന്നും നിന്റെയൊക്കെ മാരീഡ് ലൈഫ് വെറും ഫ്ലോപ്പാണെന്ന്. എന്തോന്നടേ, അവൾമാർ അത്രയ്ക്ക് ടെററാണോ? പുറത്തുനിന്ന് നോക്കണം, നിനക്കൊന്നും ഒരു കോപ്പും മനസ്സിലാകത്തില്ല. ടെറർ എന്നല്ലടി, അതിനപ്പുറവാ. അതുക്കും മേലെ. ഒന്ന് ബാത്റൂമിൽ പോണമെങ്കിൽ പോലും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നിങ്ങളോടുള്ള സ്നേഹം കൂടുതലുണ്ടല്ലേ? എൻ്റെ പൊന്നു ഗാഥ, ഇതിനെയൊക്കെ ആ സ്നേഹമെന്ന് വിളിക്കണമെങ്കിൽ എനിക്ക് ആ സ്നേഹം വേണ്ട. ഇത്രയ്ക്കും താങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും ഈ പാവം പിടിച്ച എനിക്കില്ല. നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവൻ ഭാഗ്യമുള്ളവനാ. ചങ്ക് പറിച്ചു കൊടുത്ത് സ്നേഹിക്കണ ഒരു പെണ്ണിനെയല്ലേ ഇവന് കിട്ടിയത്. അതിൽ കൂടുതൽ ഭാഗ്യം ഇനി എന്താടാ വേണ്ടേ? ടൈം ഒരുപാടായി. ഇനി ഇരുന്നാ ശരിയാവത്തില്ല. നമുക്ക് ഇറങ്ങിയാലോ? ഹാടി, ഇറങ്ങാം. ഹലോ ഹലോ കിച്ചേട്ടാ, വന്നില്ലേ ഇതുവരെ? വന്നടി, വന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇന്നെന്താ ലേറ്റായേ? അതൊന്നും പറയണ്ട. അവന്മാരെ വാരി പിടിച്ച് റൂമിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് സമയം ഒരുപാടായി. ഇന്നും അലമ്പായിരുന്നോ? ചെറുതായിട്ട്. ഗാഥയും മറ്റു പുള്ളിക്കാരത്തിനെയും കൊണ്ടാക്കിയോ? ആടി, അവരെ അവരുടെ ഫ്ലാറ്റിലാക്കിട്ടാ വന്ന്. നീ കഴിച്ചായിരുന്നോ? കഴിച്ചടാ. അല്ല നീയോ? ഞാൻ അവിടുന്ന് കഴിച്ചിട്ടാ വന്നേ. ഇന്നും 3 ബഗ്ഗേ ഉള്ളായിരുന്നോ അതോ? 3 ബഗ്ഗേ ഉള്ളായിരുന്നു. അതിൽ കൂടുതലൊന്നും എന്നെ കൊണ്ട്. അല്ലേലും എനിക്കറിയാം എന്റെ ഈ കിച്ചന് 3 കൂടുതൽ താങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലെന്ന്. ഡി കൂടുതൽ നീ അങ്ങ് കളിയാക്കല്ലേ. നീ പറഞ്ഞോണ്ട് മാത്രാ ഞാൻ ഇത് 3 ഒതുക്കുന്നത്. ഇല്ലേ, നിനക്ക് എന്നെ അറിയാലോ. ഓ, അറിയാ. എന്താടി ആ പറച്ചിലൊരു വശപ്പ് ശത്? ഒന്നുമില്ല കുഞ്ഞി. അല്ല, നീ ഇനിയിപ്പോ എന്താ കിടക്കാൻ പോവാണോ? അതോ ഇനി എന്തേലും വർക്കുണ്ടോ ചെയ്യാൻ? വർക്കുണ്ട് ചെയ്യാൻ, പക്ഷേ അതിനു മുൻപ്. അയ്യോ, എന്റെ പാവം കൊച്ചിന് അറിയത്തില്ല എന്താന്ന്. അറിയത്തില്ല. എന്താ? മര്യാദക്ക് വീഡിയോ കൊള്ളുവാടി. എന്നെ കൊണ്ടൊന്നും വയ്യ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ പോവാ. കുഞ്ഞി, മര്യാദക്ക് വീഡിയോ കൊള്ളുവന്നോ? അതെ, ഇതൊക്കെ ഇനിയിപ്പോ ഇത്തിരി കുറയ്ക്കാട്ടോ. കുറച്ച് നാളൂടി കഴിഞ്ഞാ ഒന്ന് പോടാ. എന്താടി? ഒന്നുമില്ല. കുറച്ച് നാളും കൂടി കഴിഞ്ഞ പിന്നെ നേരിട്ട് മതി വഷളത്തരം പറയല്ലേ. ഓ, ഇതൊക്കെ ചെയ്തപ്പോ വഷളത്തരല്ലായിരുന്നു, പറയുമ്പോഴാണോ? നീ കൂടുതൽ കിണങ്ങാണ്ട് മര്യാദക്ക് വീഡിയോ കൊള്ളുക. കിച്ചേട്ടൻ എന്റെ പെണ്ണിനെ മൊത്തത്തിലൊന്ന് കാണട്ടെ. അതെ,
നാളെ മുതൽ ഈ രാത്രി 11 മണിക്ക് ശേഷമുള്ള ഫോൺ കോൾ ഞാനങ്ങ് കട്ടാക്കുവേ. ഓ, ഞാനിങ്ങനെ പറയണോണ്ടാണോ? എനിക്ക് നിന്റെ അടുത്ത് അല്ലാണ്ട് പിന്നെ വേറെ നാട്ടിലുള്ള പെൺപിള്ളേർക്ക് പറയാൻ പറ്റും ഇതൊക്കെ? നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇനി മുതൽ പറയണില്ല, പോരെ? അങ്ങനല്ല. പിന്നെങ്ങനാ? കിച്ച വെറുതെ സീരിയസ് ആയിട്ട് സംസാരിക്കല്ലേ. ഞാനത് ആ, നിനക്ക് ഉറക്കം വരുന്നതല്ലേ പറഞ്ഞേ? നീ പോയി കിടന്നുറങ്ങിക്കോ. കിച്ച എന്താ കിച്ചടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ഞാനതൊരു തമാശ പറഞ്ഞതല്ലേ. ആ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നാ. എൻ്റെ കുഞ്ഞി, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. പറ്റത്തില്ല, ഞാൻ വീഡിയോ കോൾ വിളിക്കാം. വേണ്ടടി. വേണം. വേണ്ടടി. വേണം വേണം വേണം. എങ്കിൽ പിന്നെ പെട്ടെന്നായിക്കോട്ടെ. എടാ കള്ള കിച്ച. ജിത്തു, നീ അവിടുന്ന് നിന്നെ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ? ഈ രാവിലെ ഈ വീട്ടിൽ നിന്ന് പോന്ന നീയാ തിരിച്ചെപ്പോഴാ വരുന്നെന്നുള്ള ബോധം വല്ലതും നിനക്കുണ്ടോ? അത് പിന്നെ അവിടെ കുറച്ച് ജോലി തിരക്കായോണ്ട്. പിന്നെ ഒരു സഹകരണ സംഘത്തിൽ രാത്രി 11 മണി വരെ ഭയങ്കര ജോലിയാണല്ലോ അല്ലേ? നീ ഇത് ആരട്ടാ പറയണേ? നിന്നെ ഞാൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതാണോ? നേരത്തും കാലത്തും വീട്ടിൽ കയറിക്കൊണ്ടിരുന്ന നിനക്കിതിപ്പോ എന്താ പറ്റിയേ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരോടും നേരെ ചോദിച്ചു സംസാരിക്കുന്നില്ല, ആഹാരം പോലും കഴിക്കുന്നില്ല, എന്താടാ? എനിക്കെന്ത് പ്രശ്നം? എനിക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ ഇപ്പൊ ഇച്ചിരി ജോലി തിരക്കായോണ്ട്. എന്ത് ജോലി തിരക്കാന്നാ ജിത്തു നീ പറയുന്നേ? സഹകരണ സംഘത്തിൽ ഒരു ക്യാഷ്യർക്ക് അവിടെ 4 മണി അല്ലെങ്കിൽ 5 മണി കഴിഞ്ഞതിന് ശേഷം അവിടെ എന്ത് ജോലിയാ ഉള്ളത്? എന്റെ അച്ഛ, എനിക്ക് പല തിരക്കും കാണും. അതെല്ലാം ഞാൻ എല്ലാരെയും ബോധിപ്പിച്ചിട്ട് ചെയ്യണമെന്ന് നിർബന്ധം വല്ലതും ഉണ്ടോ? കാര്യം ചോദിക്കുമ്പോ നീ എന്തിനാണ് ഇങ്ങനെ നടന്ന് ദേഷ്യപ്പെടുന്നേ? പിന്നല്ലാണ്ട് ഞാൻ കൊച്ചുകുട്ടിയൊന്നല്ലല്ലോ. എനിക്കും എന്റേതായ കുറെ കാര്യങ്ങളുണ്ട്. എല്ലാത്തിനും കയറി ആവശ്യമില്ലാണ്ട്. ജിത്തു, ദേ അമ്മ, എനിക്ക് ഒന്നാമത് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടാണ്ട് നിങ്ങളുടെ ഏളെ മോന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കും. നിങ്ങളുടെ കണ്ണി അവനെ മാത്രമല്ലേ കാണത്തുള്ളൂ. ജിത്തു, നീ ഇത് എന്തൊക്കെയാടാ? ഒന്നുമില്ല. ഇവനിത് എന്തൊക്കെയാടി വിളിച്ച് പറഞ്ഞിട്ട് പോണേ? ആർക്കറിയാം എന്താ പറ്റിയെന്ന്. ഇപ്പം വന്നു വന്ന് അവന്റെ സ്വഭാവം മൊത്തം മാറിയിരിക്കുക. എന്തായാലും ഇവനെ ഇങ്ങനെ ഫിട്ടാ പറ്റത്തില്ല. എന്താ പറ്റിയെന്ന് അറിഞ്ഞേ പറ്റൂ. ഇതെല്ലാം ആ ഒരുമ്പട്ടവളുടെ എറണക്കേട് കാരണ. നീ അതിനെന്തിനാ അവളെ? പിന്നല്ലാണ്ട് എന്ന് അവളുമായിട്ടുള്ള കല്യാണം ഇവിടെ ഉറപ്പിച്ചോ അതിനുശേഷം ഈ ചെക്കന്റെ സ്വഭാവം ഇങ്ങനെ മാറാൻ തുടങ്ങിയത്. അതിന് അവളെ കെട്ടാൻ പോണത് ഇവനല്ലല്ലോ. ഇവനായാലും അവനായാലും എന്തായാലും ഈ വീട്ടിലോട്ട് തന്നെയല്ലേ കെട്ടിയെന്നുള്ളിൽ വരാൻ പോണത്. അപ്പൊ അതിന്റെ ദേ ശാരദേ, ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് നീ വെറുതെ അടുത്ത പ്രശ്നം ഉണ്ടാക്കരുതേ. അയ്യോ, ഞാനൊന്നും ഉണ്ടാക്കാൻ പോണില്ലേ. നിങ്ങൾ അച്ഛനും മക്കളും എന്താന്ന് വെച്ചാ കാണിച്ചു കൂട്ടും. ജിത്തേട്ടാ. ഹാ കുഞ്ഞി, നീ ഏതെന്താ ഇവിടെ? അത് ഞാൻ ജിത്തേട്ടനെ തന്നെ കാണാൻ വന്നതാ. എന്താ? ഏട്ടൻ എന്നോട് എന്തേലും വിരോധം ഉണ്ടോ? എന്ത് വിരോധം? നീ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, മറ്റേതേട്ടൻ വല്ലപ്പോഴും വീട്ടിലോട്ടൊക്കെ വരുന്നതായിരുന്നു. ഇപ്പൊ ആ ഭാഗത്തേക്ക് കാണാനേ ഇല്ല. കുഞ്ഞി, അത് പിന്നെ എനിക്ക് ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ചിത്തോട്ടൻ പിന്നെ എൻ്റെ അടുത്ത് നേരെ ചോദിച്ച് സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിക്കാനൊക്കെ എപ്പോൾ ശ്രമിച്ചാലും ഏട്ടൻ എൻ്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോണ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും എന്താ പറ്റിയേ? അങ്ങനൊന്നും ഇല്ലടി, നിന്റെ തോന്നലാ അതെല്ലാം. അല്ല, എൻ്റെ തോന്നലാണെന്ന് മാത്രം പറയരുത്. ഞാൻ ചിത്തോട്ടനെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കാണുന്നത്. അതോ ഇനി അമ്മായിനെ പോലെ ചിത്തോട്ടനും ഈ കല്യാണത്തിന് ഇഷ്ടമല്ലേ? ഇഷ്ടമല്ല. ചിത്തോട്ട, എൻ്റെ പൊന്നു കുഞ്ഞ്, ഞാൻ വെറുതെ പറഞ്ഞതാ. നീ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടി വെച്ചേക്കണേ? അങ്ങനൊന്നും അല്ലടി. ശരിക്കും ഞാൻ തിരക്കായോണ്ടാ വരാൻ പറ്റാണ്ടായി പോയത്. എന്ത് തിരക്ക്? ഏത് നേരവും ആദ്യയുടെ കൂടെ ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ജിത്തുവേട്ടാ. പണ്ടത്തെ പോലെ അല്ല ജിത്തുവേട്ടൻ. ഇതിപ്പോ എൻ്റെ കല്യാണത്തിന് എൻ്റെ കൂടെ നിന്ന് എല്ലാം ചെയ്യാൻ ഏട്ടൻ കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ
ഞാനെന്താ ഒറ്റയ്ക്കായ പോലെ? കുഞ്ഞി, എത്രയൊക്കെ തിരക്കായാലും എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ലേ ജിത്തുവേട്ടാ? ഇതുവരെ എന്തായി ഏതായി എന്ന് ഒരു വാക്ക് നിങ്ങൾ ചോദിച്ചു എന്നോട്? ഇല്ലല്ലോ. അമ്മയും പരാതി പറയാൻ തുടങ്ങി. മറ്റത് എൻ്റെ കൂടെ എല്ലാത്തിനും എൻ്റെ ജിത്തുവേട്ടനുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോണേ. അതിന് മാത്രം ജിത്തുവേട്ടൻ എന്താ ഇങ്ങനെ പിന്നോട്ട്? കുഞ്ഞി കുഞ്ഞി കരയല്ലേ? നോക്ക്, സത്യമായിട്ട് ഞാൻ നല്ല തിരക്കായോണ്ടാടി. ഇന്നത്തോടുകൂടി എല്ലാം കഴിയും. ദാ നാളെ മുതൽ ഈ കുഞ്ഞു പെണ്ണിന്റെ കല്യാണത്തിന് വേണ്ട എല്ലാ കാര്യവും ഈ ജിത്തോടെ മുൻകൈ എടുത്ത് ചെയ്യും. വേണ്ട, ഞാൻ വന്ന് പരാതി പറഞ്ഞതിന്റെ പുറത്ത് ആരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. ഷേ, അങ്ങനൊന്നും പറയല്ലേടി. നീ വന്ന് പരാതി പറഞ്ഞോണ്ടല്ല ഞാനത്. വേണ്ട ജിത്തുവേട്ടാ, നിങ്ങൾ ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട. നിങ്ങളെ കൊണ്ട് ഇതൊന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നെക്കൊണ്ട് പറ്റണില്ലായിരുന്നു. അതാ ഞാൻ പോവാ. കുഞ്ഞി, ജിത്തുവേട്ടാ, ദേ വെറുതെ എൻ്റെ അടുത്ത് മുഖം വീർപ്പിച്ച് നിൽക്കരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. എൻ്റെ മുഖം ഞാൻ ഇഷ്ടമുള്ളപ്പം വീർപ്പിക്കും. ജിത്തുവേട്ടൻ എന്താ പ്രശ്നം? ഡി, ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് തിരക്കായി പോയെന്ന്. നമുക്ക് അതെല്ലാം പരിഹരിക്കാം. കുഞ്ഞി, ഏട്ടൻ്റെ തിരക്കെല്ലാം മാറിയിട്ട് വന്നാൽ മതി. ഞാൻ വെറുതെ എന്തൊക്കെയോ കാര്യമാക്കേണ്ടത്. ദേ ഇനിയിപ്പോൾ എന്ത് തിരക്ക് വന്നാലും അതെല്ലാം എൻ്റെ ഈ കുഞ്ഞു പെണ്ണ് കഴിഞ്ഞിട്ടുള്ളൂ. പോരെ? അപ്പം അവൻ വരുമ്പോഴത്തേക്ക് നമുക്കെല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം അങ്ങനെ ഇരിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ എന്തെങ്കിലും തിരക്ക് കാരണമായിരിക്കും അങ്ങോട്ട് വരാത്തേന്ന്. നീ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചു കൂട്ടിയിട്ട് ഇപ്പം സമാധാനമായോ? സത്യത്തിൽ ഞാനങ്ങ് പേടിച്ചു പോയടാ. ഇനി ജിത്തുവേട്ടനും. ആ പേടി എന്തായാലും വേണ്ട. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൻ നമ്മുടെ കൂടെ കാണും. അല്ല, നീ പോവാൻ റെഡിയായോ? ആ, റെഡിയായി നിൽക്കുവാടി. ഇപ്പം ഗാഥ വണ്ടിയായിട്ട് വരും. നീയും ഗാഥയും മാത്രമേ ഉള്ളല്ലേ? കുഞ്ഞി, അല്ല, ഞാനത് ചുമ്മാ ചോദിച്ചതാ. പറച്ചിലിന്ന് തന്നെ മനസ്സിലായി നീ ചുമ്മാ ചോദിച്ചതാന്ന്. അല്ല, എന്നാലും ഇതിപ്പോ എന്താ പെട്ടെന്നൊരു മീറ്റിംഗ്? ഇതത്ര പെട്ടെന്നൊന്നും അല്ലടി. അന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ ഒരു മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത കാര്യം? ആ, അതാ ഈ സംഭവം. ഇപ്പോഴാ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് പറഞ്ഞ. അതാ ഞാൻ വരുമ്പോ അവിടുന്ന് നിനക്ക് എന്തെങ്കിലും വാങ്ങിട്ട് വരണോ? എനിക്കൊന്നും വേണ്ട. എന്താടി? നീ ഒന്ന് പെട്ടെന്ന് വരുമോ? ഇപ്പൊ എന്താ പറ്റിയ? ഇനി കൂടിപ്പോയ ഒരു 1.5 മാസേ ഉള്ളൂ. നീ വന്നിട്ട് വേണം എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ. കുഞ്ഞി, ഞാൻ അവിടുന്ന് വരുമ്പോഴേ നിന്റെ അടുത്ത് പറഞ്ഞതാ എന്നെ നോക്കി നിൽക്കണ്ട, ടൈം കിട്ടത്തില്ലാന്ന്. എല്ലാം നീ അവസാന നിമിഷത്തേക്ക് മാറ്റി വെച്ചേക്കല്ലേ. അവസാനം കിടന്ന് ഓടേണ്ടി വരുവോ കുഞ്ഞി? പറഞ്ഞില്ലെന്ന് വേണ്ട. കുഞ്ഞി കുഞ്ഞി ഗാഥ വന്നെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും അവിടെ ചെന്നിട്ട് വിളിക്കാവേ. അതെ, നോക്കി പോയിട്ട് വാ. ആ, ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടിയായിപ്പോയി. എന്ത് ചെയ്യാനാടാ, അവന്മാർ ഇന്നൊരു ദിവസം കൂടി ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞ കോപ്പ് ഇന്നുകൊണ്ട് തീരേണ്ടതായിരുന്നു. വെറുതെ വെച്ച് വലിച്ചു നീട്ടി ഇതിപ്പോ. എടാ, നീ ഒന്ന് സമാധാനപ്പെട്. ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തായാലും വന്ന കാര്യം കഴിയാണ്ട് തിരിച്ചു പോകാൻ പറ്റത്തില്ല അല്ലേ? ഞാൻ നിന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവന്മാരിങ്ങനെ മാറ്റി മാറ്റി കളിച്ചോണ്ടിരിക്കുന്നു. ആ സാമിനെ എങ്ങനെ വിട്ടാൽ മതിയായിരുന്നു. വെറുതെ. നീ എന്തുവാ കൃഷ്ണ ഈ പറയണേ? ബോർഡ് മീറ്റിങ്ങിന് സാമിനെ വിട്ടാ മതിയോ? നീ ഒരു കാര്യം ചെയ്യ്, പോയി റെഡി ആയിട്ട് വാ. നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. അപ്പത്തേക്ക് നിന്റെ ഈ മൂടൊന്ന് മാറും. ഞാനൊന്നും വരുന്നില്ല കൃഷ്ണ, എനിക്ക് വേണ്ടി പ്ലീസ്. ആ, വരാം ഡി. അത് പിന്നെ ഇന്ന് നൈറ്റ് എന്തായാലും ഇവിടെ സ്റ്റേ ചെയ്യണ്ടേ. അപ്പം ഓരോ റൂമും കൂടി. എന്താടാ, നിനക്ക് പേടിയുണ്ടോ? എന്തിന്? അല്ല, നമ്മൾ ഒരുമിച്ചൊരു റൂമിൽ നിൽക്കുന്നതിന്. അതല്ല, എന്നാലും അത്. ഒരെന്നാലും ഇല്ല. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചൊരു റൂമിൽ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഡി, അത് എടാ, കമ്പനി ആകപ്പാടെ ഒരു റൂമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു റൂമും കൂടി എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് കാശ് ഇറക്കേണ്ടി വരും. ഈ ഒരു നൈറ്റ് ഒന്ന് കഴിച്ചു കൂട്ടുന്നതിന് എന്തിനാടാ വെറുതെ? ഞാൻ നിന്നെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല.
ഓഹ് അയ്യോ തായേ, ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. നിനക്കൊരു പ്രശ്നമില്ല, പിന്നെ എനിക്കെന്താ? ഞാൻ എന്തായാലും പോയി ഫ്രഷ് ആയിട്ട് വരാം. അടിപൊളിയായിരുന്നല്ലേടി കുഞ്ഞി? ആടാ. കൃഷ്ണ, നീ എന്നെ ഒന്ന് നോക്കിയേ. ഞാൻ സുന്ദരിയല്ലേ? ആണല്ലോ, സുന്ദരിയാണല്ലോ. ശരിക്കും? ശരിക്കും സുന്ദരിയാ. ആണോ? ആടി, എൻ്റെ കുഞ്ഞി അല്ലേലും സുന്ദരിയല്ലേ? കിച്ച, കുഞ്ഞി കണ്ണടച്ച് തുറക്കും മുമ്പേ ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. സന്തോഷഭരിതമായ ആ നിമിഷങ്ങൾക്കിടയിലും അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒന്നുണ്ടായിരുന്നു, കിച്ചന്റെ മൗനം. അത് പക്ഷേ കുഞ്ഞിയെയാണ് അസ്വസ്ഥയാക്കിയത്. ഓയ് കിച്ച. കുഞ്ഞി, നീ ഇതെന്താ ഈ നേരത്തെ മഴയും പിടിച്ച്? എങ്ങനെ വരാണ്ടിരിക്കും? ഞാൻ നിന്നെ എത്ര നേരം കൊണ്ട് വിളിക്കാ? നിനക്കെന്താ ഫോണിൽ നിന്ന് എടുത്താ? നീ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലടി. അല്ലെങ്കിൽ ഈ ഇടയായിട്ട് നീ ഞാൻ പറയുന്നതും വിളിക്കുന്നതൊന്നും കേൾക്കാറുമില്ല, കാണാറുമില്ല. വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് നിനക്ക് എന്താ കിച്ച? കുഞ്ഞി ദേ കിച്ച, എനിക്ക് നല്ലപോലെ ദേഷ്യം വരുന്നുണ്ട്. നമ്മുടെ കല്യാണമായി നടക്കാൻ പോണേ, നീ ഒരുമാതിരി. അതോ ഇനി ഇത് വേണ്ടേ? പിന്നല്ലാണ്ട് ഞാനിപ്പോ എത്ര ദിവസം കൊണ്ട് നിന്റെ പിന്നാലെ നടക്കുക, ഓരോന്ന് ചോദിച്ച്. നീ എന്താ ഇങ്ങനെ? കുഞ്ഞി, നീ അത് അടി ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കിച്ച. ഇതിപ്പോ നിന്റെ കല്യാണമാണോ അതോ ജിത്തുവേട്ടന്റെ കല്യാണമാണോ? അങ്ങേരാ ഇത് മൊത്തം ഓടി നടന്ന് ചെയ്യണേ. നീ ഇത് ഒരുമാതിരി എന്തൊക്കെ ആവശ്യമില്ലാണ്ട് ചിന്തിച്ചു കൂട്ടി ഒരു മൂലയിലും മുക്കിലും പോയിട്ട്. കിച്ച, നിനക്കിനി എന്നോട് വേറെന്തേലും പറയാനുണ്ടോ? ഇനി ഞാൻ അറിയാത്തതായിട്ട് ഇനി വേറെ വല്ലതും ഉണ്ടോ നിന്റെ ലൈഫില്? കുഞ്ഞി, നീ ഇത് പിന്നെ എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനാ ഇങ്ങനെ പെരുമാറണേ? ഇതിപ്പോ നിനക്കൊരു താല്പര്യമില്ലാത്ത കല്യാണമായി നടക്കാൻ പോണേന്നാ നിന്റെ മട്ടും ഭാവം കണ്ട വിചാരിക്ക. എന്തൊക്കെയാടി നീ വിളിച്ച് പറയണേ?
പിന്നല്ലാണ്ട് ഞാൻ എന്താ പറയണ്ടേ? എനിക്ക് സങ്കടം വരിക. നിനക്കിപ്പോ ഈ കുറച്ചു നാൾ കൊണ്ടുള്ള മാറ്റം അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കിച്ച. നമ്മളെ എത്രമാത്രം കഷ്ടപ്പെട്ടതാ ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് നീ ആകെ മാറിപ്പോയി കിച്ച. കുഞ്ഞി, എനിക്കെന്റെ പഴയ കിച്ചനെ വേണം. ഇതൊരു മാതിരി എന്താടാ നീ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ മനസ്സിലാക്കണല്ലേ? പിന്നെ നിനക്ക് ഇനി എന്താ പ്രശ്നം? നീ ഇങ്ങനെ കരയാനും വേണ്ടിയിട്ട് ഒന്നുമില്ലടി. ഞാൻ നിന്റെ പഴയ കിച്ചൺ തന്നെ. പിന്നെ അവിടുത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് എന്താ, എനിക്കറിയാം നിന്നെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്നെ. ഒരു സൈഡിൽ അമ്മായി, മറ്റൊരു സൈഡില് ഇതിന്റെ എല്ലാം ഇടയ്ക്ക് കിടന്ന് നീ ഉരുകാന്ന് എനിക്കറിയാം. പക്ഷെ കിച്ച, നീ പലപ്പോഴും എന്നെ മറന്നു പോകുന്നടാ. ഞാനും ഉണ്ട് നിന്റെ കൂടെ. നീ എന്താ അത്? കുഞ്ഞി, നീ ഇത് ഇനി എന്ത് തന്നെ തല പോണ കാര്യമായാലും നാളത്തെ ഒരു ദിവസത്തേക്ക് നീ അത് മാറ്റി വെക്കടാ. നമ്മുടെ കല്യാണം ഈ നടക്കാൻ പോണേ. അപ്പോഴെങ്കിലും പ്ലീസ്. കുഞ്ഞി, നീ ഇത് എന്തൊക്കെയായി പറയണേ? ശരിയാ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ആകെ ഡിസ്റ്റർബ്ഡ് ആണ് എന്ന് പറഞ്ഞ് നമ്മുടെ കല്യാണത്തിന് എനിക്ക് കുഞ്ഞി, ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നാൾ ഫൈറ്റ് ചെയ്തത്. നമ്മൾ ഒരുമിച്ചുകൊണ്ട് നമ്മുടെ സ്വപ്നം ഇവിടെ നടക്കാൻ പോണേ. അപ്പൊ ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന് നിനക്ക് അറിയോ? ശരിയാ, ഇടയ്ക്ക് വെച്ച് മനസ്സ് കൈവിട്ടു പോയി. അതും എന്റെ ചുറ്റിന് നിൽക്കണ പല പല പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടാ. അല്ലാണ്ട് നിന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ലെന്ന് ആരാടി പറഞ്ഞേ? നിന്നെ കുറിച്ച് ചിന്തിക്കുമ്പോഴാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരാന്ന് ചോദിച്ചാ ഒരുപക്ഷെ ഈ ഞാനായിരിക്കും. എന്നെ മനസ്സിലാക്കി എന്റെ കുഞ്ഞിപ്പെണ്ണെന്റെ കൂടെ നിൽക്കുന്നില്ലേ? അതിലും വലിയ ഭാഗ്യം വേറെ എന്താടി എനിക്ക് വേണ്ടേ? നീ എന്നും ഇതുപോലെ എന്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ കുഞ്ഞി? അതോ എപ്പോഴേലും എന്തിന്റെങ്കിലും പേരിൽ എന്നെ വേണ്ടാന്ന് വെച്ചിട്ട്? നീ ഇപ്പൊ എന്തായി ചോദിച്ചേ? ഞാൻ അങ്ങനാണോടാ? അങ്ങനാണോന്ന് എന്നെ കൊണ്ട് പറ്റൂടാ? അതിന് പറ്റില്ലെന്ന് എനിക്ക് അറിയാടി. ഞാൻ പിന്നെ എന്റെ ഈ കുഞ്ഞി പെണ്ണിനെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ? കല്യാണം കഴിയട്ടെ, ഞാനേ ശരിയാക്കി തരുന്നുണ്ട് നിനക്ക്. അയ്യോ, അടിച്ച് പഞ്ചറാക്കോ നീ എന്നെ? അതൊന്നും പറയാൻ പറ്റത്തില്ല. എന്റെ മൂഡ് പോലെ ഇരിക്കും. വേണ്ടി വന്നാ ഞാൻ ആ മൂഡ് ഞാൻ മാറ്റി തന്നാ മതിയോ? ഓ, തോട്ടങ്ങി അവൻ. ചേട്ടാ, അല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ വരുമെന്ന് പറഞ്ഞിട്ട് ആരും കണ്ടില്ലല്ലോ? അത് അവര് നാളെ വൈകിട്ട് വരൂടി. അല്ല, ഗാഥ വരില്ലേ? അവളും വരും. കുഞ്ഞി, എന്താടി? എന്ത്? ഒന്നുമില്ലടാ, ഞാൻ ചുമ്മാ ചോദിച്ചതാ. അവളെ ഇതുവരെ കാണാനുണ്ട്. കുഞ്ഞി, നീ അത് വിട്. നമുക്കിപ്പോ നമ്മുടെ കാര്യം സംസാരിക്കാം. നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇരിക്കാനേ പറ്റില്ല. അതെന്ത്? അതോ, നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ ഇതുപോലെ ആരും കാണാണ്ട് എനിക്ക് ഇവിടെ മതിൽ ചാടി വരാൻ പറ്റുമോ? അല്ലേലും ഇനി അതിന്റെ ആവശ്യം എന്താടി? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നീ മതിൽ ചാടാൻ വന്നിട്ടില്ല. ഞാനല്ലേ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരാറ്. ഞാനത് വല്ലാണ്ട് മിസ് ചെയ്യൂടാ. അത് കൊള്ളാലോ. ഇപ്പൊ ഞാൻ നിന്റെ കാമുകിയല്ലേ, കുറച്ച് കഴിയുമ്പോ ഞാൻ നിന്റെ ഭാര്യ ആവില്ലേ? അപ്പൊ അത് രണ്ടും തമ്മിൽ വ്യത്യാസം ഇല്ലേടാ. എന്ത് വ്യത്യാസം? നീ എന്റെ കാമുകി ആയാലും ഭാര്യ ആയാലും എന്റെ കുഞ്ഞിപ്പെണ്ണ് തന്നെയല്ലേ? ആണ്. എന്നാലും
ഇത് ഇത് വല്ലാത്തൊരു ഫീലാ. അപ്പച്ചി കുഞ്ഞിയോ? അവൾ ഇതുവരെ എഴുന്നേറ്റില്ലടാ. ഈ പെണ്ണ് ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത. എന്താടാ? അല്ല, പൂവിന്റെ കാര്യം ചോദിക്കാനായിരുന്നു. അവൾ എണ്ണീറ്റില്ലടാ ഇതുവരെ. സാരമില്ല, ഞാൻ എണീപ്പിച്ചോളാം. കുഞ്ഞി ജിത്തേട്ടാ. കുഞ്ഞി എന്താ ഏട്ടാ? അത് അത് പിന്നെ ഞാൻ പൂവിന്റെ കാര്യം ചോദിക്കാൻ വന്നതാ. അത് പാറുവിനോട് ചോദിച്ചേട്ടാ. അവൾ ആ പൂവിന്റെ കാര്യം എന്തൊക്കെയോ. ആണോ? എങ്കിൽ പിന്നെ ഞാൻ അവളോട് ചോദിച്ചോളാം. അതെ, കല്യാണ പെണ്ണാ, ഇങ്ങനെ കിടന്ന് ഉറങ്ങാണ്ടേ എണീറ്റ് വല്ലതൊക്കെ ചെയ്യാണ്ടെങ്കിൽ ചെയ്യാൻ നോക്ക് നീ. ചെയ്യാം. ഇന്നലെ ലേറ്റ് ആയിട്ടാ ഉറങ്ങിയ, അതാ. മതിരി ചാടാൻ പോയി കാണും. അത് പിന്നെ എണ്ണിക്ക് നിക്കടാ അവിടെ. പാറു പാറു പാറു, നിനക്കൊന്ന് നോക്കിങ്ങോട്ട് നടന്നൂടേടി. നിങ്ങൾക്ക് നോക്കിങ്ങോട്ട് നടക്കാൻ പാടില്ലായിരുന്നോ? ഓ, ഇവളോട് എനിക്കേ നിന്നോട് കിടന്ന് വഴക്കിടാൻ ഒട്ടും സമയമില്ല. അതുകൊണ്ട് ഇന്ന് വൈകിട്ടത്തേക്ക് എത്ര പോവേണ്ടെന്ന് പറ. വൈകിട്ടത്തെ പ്രോഗ്രാമിന് എത്ര പൂവാടി വേണ്ടോന്ന് പറയുന്നുണ്ടോ? ഞാൻ വാങ്ങണോ വേണ്ടയോ? അത് അവളോട് ചോദിക്കാൻ പാടില്ലായിരുന്നോ? അവളോട് ചോദിച്ചപ്പോ അവള് പറഞ്ഞു പൂവിന്റെ കാര്യമൊക്കെ നീയാ നോക്കുന്നീന്ന്. ഇതിപ്പോ നിന്നോട് ചോദിച്ചപ്പോ ഞാനത് മറന്നുപോയി. ശരിയാ, ഒരു 5 മിനിറ്റ് ഞാൻ ഇപ്പൊ പറയാവേ. എന്റെ പൊന്നു പാറു, എനിക്കിവിടെ 100 തൊട്ട് പണിയുണ്ട്. ഇങ്ങനെ വെറുതെ നിൽക്കാൻ ടൈമില്ല. അതുകൊണ്ട് പൊന്നു മോളെ എന്താന്ന് വെച്ചാ ഒന്ന് പെട്ടെന്ന് തീരുമാനിച്ചിട്ട് എന്റെ അടുത്തൊന്ന് വന്ന് പറഞ്ഞേക്കണേ. ഞാൻ ആ പുറത്ത് കാണും. ജിത്തുവേട്ടാ, പറയാം. ഇന്നിരുതെന്തുവാ? എന്തേലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല.
എന്നാലും കൊള്ളാം. ഇത്രയും നാളെ ഞാൻ എന്താ ഇങ്ങനെ ശ്രദ്ധിക്കാണ്ട് പോയേ? ഇനി ശ്രദ്ധിക്കാം. ദക്ഷ, എന്താടി? അതെ, എനിക്ക് നിന്നോട് കാര്യം പറയണം. ഹാ പറ. അത് ഞാൻ നിന്റെ ഏട്ടത്തി അമ്മയിട്ട് വരുന്നതില് നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? എന്തോന്ന്? അതെ, എനിക്ക് നിന്റെ ജിത്തുവേട്ടനോട് ചെറുതായിട്ട് എന്തൊക്കെയോ തോന്നി തുടങ്ങിയെന്നൊരു സംശയം. ശരിക്കും? പാറു ഹാടി, ശരിക്കും? അങ്ങനെയാണെങ്കിൽ പിന്നെ പറയാറുണ്ടോ? അടിപൊളിയായിരിക്കില്ലേ നീയും ഞാനും ഒരുമിച്ച് ഒരു വീട്ടില്. എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അതൊക്കെ ശരിയാ, പക്ഷെ അങ്ങേരോട് ഞാൻ എങ്ങനെ അടിയൊന്ന്. അതുമല്ല, ജിത്തുവേട്ടന് വേറൊരു പെൺകുട്ടി ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്തായാലും ഒന്ന് പറ. അടി, അത് പിന്നെ നീ ഒരു കാര്യം ചെയ്, ഏട്ടനോട് നേരിട്ട് പറ. അപ്പോൾ പുള്ളിക്കാരൻ എന്താ പറയണേന്നറിയാലോ. എന്നിട്ട് നമുക്ക് നോക്കാം. അത് ശരിയാ, വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ആഗ്രഹിച്ചു കൂട്ടിയിട്ട് ലാസ്റ്റ് കിടന്ന് വിഷമിക്കാൻ എന്നെ കൊണ്ട് വയ്യ. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് പുള്ളീൻ്റെ അടുത്ത് കാര്യം ചോദിക്കാം, അല്ലേ? ആരടുത്ത് എന്ത് ചോദിക്കുന്ന കാര്യാ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യണേ? അയ്യോ ഉണ്ണിയേട്ടൻ. എന്താടി നിന്റെ മുഖത്ത് എന്തോ ഒരു കളത്തരം ഉണ്ടല്ലോ? അത് പിന്നെ പാറു പറഞ്ഞു, എന്താ കാര്യം? അതെ ഉണ്ണിയേട്ടാ, ഞാൻ പറയാം എന്താ കാര്യം. നീ എന്നെ കൊലക്ക് കൊടുക്കുവോ? ഒന്നടങ്ങിയിടി. നമ്മൾ ഉണ്ണിയേട്ടനല്ലേ, പാവാ. നമുക്ക് ഉണ്ണിയേട്ടന്റെ ഹെൽപ്പും ചോദിക്കാം. എന്താടി കാര്യം? എന്താ? അത് പിന്നെ ഉണ്ണിയേട്ടാ, ഞാൻ പറയണ കേട്ടിട്ട് പാറുവിന്റെ മെക്കിട്ട് കയറാൻ വരരുത്. ഇല്ല, പറ. അത് നമ്മുടെ പാറുവിന് എന്റെ ജിത്തുവേട്ടനോട് എന്തോ ഫീലിങ്സ് സ്റ്റാർട്ട് ചെയ്തോന്നൊരു ഡൗട്ട്. ഇവക്കോ? നമ്മുടെ ജിത്തുവേട്ടനോടോ? പാറു, ഞാൻ എന്താ ഈ കേക്കുന്നേ? ഉണ്ണിയേട്ടാ ചീത്ത പറയല്ലേ. അത് പിന്നെ എനിക്കങ്ങേരോട്. നിനക്കങ്ങേരോട് എന്ത് തേങ്ങ തോന്നിന്നാ നീ പറയണേ? അത് പിന്നെ ഉണ്ണിയേട്ടാ, നിനക്ക് തമാശ കളിക്കാൻ പറ്റിയ കാര്യമല്ല നീ പറയണേ. നീ പറയണ എന്താന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? ഉണ്ണിയേട്ടാ, അത് പിന്നെ അവക്ക്. നീ മിണ്ടി പോരുത്. ഇവളുടെ എല്ലാ തോന്നിയാസങ്ങൾക്കും കൂട്ടു നിൽക്കുന്നത് നീ ഒറ്റ ഒരുത്തിയാ. അതിനവൾ എന്ത് തോന്നിയാസം കാട്ടിന്നാ ഉണ്ണിയേട്ടാ നീ പറഞ്ഞു വരണേ? എന്ത് കാട്ടിന്നോ? എന്താ കാട്ടി കൂട്ടാത്തേന്ന് ചോദിക്ക്. രണ്ടെണ്ണവും കൂടി. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ ഇവനോട് പറയണ്ടാന്ന്. ഇതുപോലെ ഒരു മൂരാച്ചി ചേട്ടൻ. ആരടി മൂരാച്ചി? ആരടി മൂരാച്ചി? നീ തന്നെ. പാറു, രണ്ടുപേരും ഒന്ന് നിർത്ത്. എന്താ ഇവിടെ ഉണ്ണിയേട്ടന്റെ പ്രശ്നം? എന്താ ഇവക്ക് ജിത്തുവേട്ടനോട് ഫീലിങ്സ് ഉണ്ടെന്ന് പറഞ്ഞതോ? അല്ല, നിങ്ങൾ ആ ജിത്തിയുടെ പുറകെ മണപ്പിച്ച് നടന്നപ്പോ നിങ്ങൾക്ക് ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നോ? അത് പിന്നെ അവളെ പോലാണോ ഇവള്? അത് പിന്നെ നിങ്ങൾ വല്ലോരുടെയും പെങ്ങളുടെ പിന്നാലെ നടന്നപ്പോ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങളുടെ സ്വന്തം പെങ്ങള് ഒരാളെ ഇഷ്ടാന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ വയ്യല്ലേ? ചുമ്മാ അല്ലടോ ആ സജീഷ് ചേട്ടൻ ആ പെണ്ണിനെ കെട്ടിക്കൊണ്ട് പോയത്. നീയൊക്കെ ഇത് എങ്ങോട്ടൊക്കെ പറഞ്ഞു പറഞ്ഞേ? ശരിയാ, ഞാൻ അവളെ വാങ്ങി നോക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞ് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയായ അവളുടെ പേരും പറഞ്ഞ് ഇപ്പോഴും എന്റെ മെക്കിട്ട് കയറാൻ വരുന്നതേ അല്പം കൂടുതലാ കേട്ടോ. പറു, സാരില്ല, നമുക്ക് വേറെ നോക്കാം. ഹാടി, നമുക്ക് വേറെ നോക്കാം. ഇവന് പകരം എന്റെ ചേട്ടൻ പോസ്റ്റിലേക്ക് നമുക്ക് വേറെ ആളെ നോക്കാം. അത്ര തന്നെ. നീ ഏതാടാ ചേട്ടൻ തണ്ടി? കണ്ണിച്ചോരയില്ലാത്തവളും കേട്ടാണേന് മുന്നേ അവള് കാലുമാറി. അപ്പൊ പിന്നെ അങ്ങേ രേസ് പറഞ്ഞ് നീ അങ്ങനെ കെട്ടിക്കഴിഞ്ഞാലോ? എന്റെ പൊന്നോ. കെട്ടാനോ? അതിനും എനിക്കിഷ്ടമല്ലല്ലോ. എന്താണ് തണ്ടി ചിരിക്കുന്ന? എന്റെ പാറു, ഇത്രയും നാൾ അങ്ങേര് നിന്റെ മുന്നിൽ കൂടെ തന്നെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാരാ നടന്നേ? അപ്പോഴൊന്നും തോന്നാത്ത ഇഷ്ടം എങ്ങനെ നിനക്ക് ഇപ്പൊ പെട്ടെന്ന്? അത് പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാനിപ്പോ എന്താ പറയണ്ടേ? എനിക്ക് ഇപ്പോഴും അങ്ങേരെ എന്തൊക്കെയായിരുന്നു ജിത്തുവേട്ടനും ഗാദിയും തമ്മി എന്തൊക്കെയോ ഉണ്ട്, അത് കണ്ടുപിടിക്കാൻ നടക്കുന്നു. എന്റെ പൊന്നോ, എന്നിട്ട് ഇപ്പൊ നോക്ക്. ഉണ്ണിയേട്ടാ, എന്തായാലും ഇത് ജിത്തുവേട്ടനായോണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ല. ശരിക്കും? പിന്നെ അങ്ങേരെ പോലെ ഒരാളിനെ കിട്ടാൻ ആരാടി ആഗ്രഹിക്കാത്ത? ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. എങ്കിൽ പിന്നെ എന്നാ ഇത്രയും നേരം ഇവിടെ കിടന്ന് ഇത്രയും ഷോ കാണിച്ചേ?
അത് പിന്നെ കാര്യവിവരമുള്ള ഏതേലും ആങ്ങളമാര് പെങ്ങന്മാരുടെ ഇമ്മാതിരി കാര്യം കേട്ടിട്ട് ആദ്യം തന്നെ ചാടിക്കേറി ഓക്കെ പറയോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ ഇവളെ ചെറുതായിട്ട് പേടിപ്പിക്കാൻ വേണ്ടിട്ടൊന്ന്. ഇവളെ പേടിപ്പിക്കാൻ അല്ല, എന്നിട്ട് അവള് പേടിച്ചായിരുന്നോ? ഇല്ല. അപ്പൊ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായില്ലേ? ആയി. എന്തായാലും ജിത്തേട്ടനായോണ്ട് എനിക്ക് ഓക്കെയാ, പ്രശ്നമൊന്നുമില്ല. അപ്പൊ നിനക്ക് ഓക്കെ അല്ലേ? ഇനി ഞാനിത് അങ്ങേരോട് എങ്ങനെ അവതരിപ്പിക്കും? അതാണ് അടുത്ത കടമ്പ. അങ്ങേരിനി എന്നെ ഇഷ്ടമല്ല പറഞ്ഞ ഞാൻ വേറെ ആരെങ്കിലും നോക്കും. എന്റെ പാറു. പിന്നെ ഒന്ന് കിട്ടിയില്ലെന്നും പറഞ്ഞിട്ട് അങ്ങനെ വിഷമിച്ച് നടക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ കിട്ടുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഹോ എന്റെ പൊന്നോ, നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റൂ. നീ എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ കൂളായിട്ട് കാണുന്നോണ്ട് കുഴപ്പമില്ല. പിന്നെ ജിത്തേട്ടൻ്റെ കാര്യമായോണ്ട് എനിക്ക് ഓരോ ഉറപ്പുമില്ല. പുള്ളിക്കാരൻ ചിലപ്പോ എന്തായാലും വെറുതെ ആഗ്രഹിച്ചിട്ട് കിടന്ന് വിഷമിക്കാൻ നിൽക്കണ്ടല്ലോ. അതുകൊണ്ട് പുള്ളിയെടുത്ത് നേരിട്ട് കാര്യം അവതരിപ്പിക്കുന്നതാ നല്ലത്. അത് കേട്ടിട്ട് അങ്ങേര് ഇനിയിപ്പോൾ എസ് പറഞ്ഞാലും നോ പറഞ്ഞാലും നമ്മളത് 2 കൈ നീട്ടി സ്വീകരിക്കും, അല്ലേ പാറു? പിന്നല്ലാണ്ട് അതത്രേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങേര് എന്നെ റിജക്റ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കിടന്ന് കരഞ്ഞു മെഴുകാനൊന്നും പോണില്ല. പിന്നെ ചെറുതായിട്ടൊരു വിഷമം കാണും, അത് സാരില്ല, അത് പതിയെ മാറിക്കോളും. നമ്മൾ സ്നേഹിക്കണവരെല്ലാം നമ്മളെ തിരിച്ച് അതുപോലെ സ്നേഹിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതിന് വാശി പിടിക്കാനും പറ്റൂല. അതുകൊണ്ട് പുള്ളിക്കാരൻ എന്താണോ പറയണത് അത് ഞാൻ അതുപോലെ ഉൾക്കൊള്ളും. നിനക്ക് ഇത്രയ്ക്കും കാര്യവിവരമൊക്കെ ഉണ്ടായിരുന്നു എന്റെ പാറു. നീ പിന്നെ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? തല്ലുള്ളി മരം കയറി മന്ദബുദ്ധി. അല്ല, ഞാൻ ഇങ്ങനൊക്കെയാ നിന്നെ കുറിച്ച് വിചാരിച്ച് വെച്ചേന്ന് പറഞ്ഞതാ. അവിടെ തെണ്ടി. ഓ എന്തോ എന്താ വരുന്നേ? അങ്കി നിങ്ങൾ സംസാരിക്കേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പന്നി. ഓയ് മണവാളോ, എന്താണ് ഇത്ര ആലോചന? നീയൊക്കെ വന്നോ? എന്താടാ ലേറ്റായേ? ഒന്നും പറയണ്ടളിയാ, ട്രെയിൻ 3-3.5 മണിക്കൂറാണ് ലേറ്റായിരുന്നത്. എന്തായാലും ഇപ്പോഴെങ്കിലും ഇങ്ങ് എത്തിയില്ലേ. അത് ഈ മഴ സീസൺ ആയോണ്ടാടാ. അല്ല, ഗാഥ വരില്ലേ? പിന്നെ വരാണ്ട് അവളും മീര ഞങ്ങളുടെ കൂടെ ഇറങ്ങായിരുന്നതാ. അപ്പോഴാ മീരയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു എമർജൻസി കേസ് വന്നത്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് 2 പേരും കൂടി ഇങ്ങ് എത്തിയേക്കാന്ന് പറഞ്ഞു. അതാ പിന്നെ ഞങ്ങൾ ഇങ്ങ് പോരുന്നേ. മിക്കവാറും ഈവനിങ് അവരെത്തുമായിരിക്കും. അല്ലടാ, നീയും അവളോട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അല്ല, മറ്റത് കന്നാസും കടലാസും പോലെ ഏത് നേരം ഒരുമിച്ച് നടന്നതല്ലേ രണ്ടും. അതുമല്ല, അവക്ക് ഏത് നേരവും നിന്നെ കുറിച്ച് പറയാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ അവളാകെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ 2 പേരും തമ്മി? ഇല്ലടാ, നിനക്ക് തോന്നുന്നതാവും. അവന് മാത്രമല്ല, എനിക്കും തോന്നുന്നുണ്ട്. ഇല്ലടാ, ഞങ്ങളെന്നീ ഒരു പ്രശ്നമില്ല. അതൊക്കെ നിങ്ങളുടെ വേറെ തോന്നല് മാത്രമായിരിക്കും. എന്തായാലും തോന്നിയത് ചോദിച്ചു, അത്രേ ഉള്ളൂ.
ഗാഥ. പിടയുന്നൊരെൻ്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീയില്ലയെങ്കിലെന്നിലെ പ്രകാശമില്ലിനി. ജിത്തുവേട്ടാ, ഏട്ടനെന്താ ഈ നേരത്ത്? കുഞ്ഞി, ഉം? നാളെ എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കല്യാണമല്ലേ? എന്താ ജിത്തുവേട്ടാ? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. ഹാ, എന്ത് കാര്യം? നിനക്ക് കുഞ്ഞിന്ന് പേരിട്ടത് ആരാന്നറിയോ? ഓർമ്മയുണ്ടോ അത്? ഉം? അതെന്ത് ചോദ്യാ ജിത്തുവേട്ടാ? ഏട്ടനല്ലേ എന്നെ ആദ്യമായിട്ട് കുഞ്ഞിന്ന് വിളിച്ചത്? അപ്പൊ നിനക്ക് അത് ഓർമ്മയുണ്ടല്ലേ? ഏട്ടാ, പണ്ട് മുതലേ നിന്റെ എല്ലാ ഇഷ്ടത്തിനും നീ കാണിക്കണ എല്ലാ കുരുത്തക്കേടിനും നിന്റെ കൂടെ നിന്നത് ഞാനല്ലേ? നീ പറഞ്ഞിട്ടുള്ള എന്തേലും ഞാൻ നിനക്ക് സാധിച്ചു തരാതിരുന്നിട്ടുണ്ടോ? എന്താ ഏട്ടാ ഇതിപ്പോ ഇങ്ങനൊക്കെ പറയുന്നേ? ഞാനിപ്പോ ചോദിച്ചതിന് മറുപടി പറ കുഞ്ഞി. ഹാ, എൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും എൻ്റെ എല്ലാ തല്ലുകൊള്ളിത്തരങ്ങൾക്കും ജിത്തുവേട്ടൻ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഞാൻ എന്തു പറഞ്ഞാലും മറുത്തൊന്നും പറയാണ്ട് അതെല്ലാം എനിക്ക് ചെയ്തു തന്നിട്ടേ ഉള്ളൂ. ഇനിയും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പൊ നിനക്ക് എല്ലാം അറിയാം. ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നും അറിയാം. ഹാ ജിത്തുവേട്ടാ, അതിനിപ്പോ എന്താ? എന്നിട്ട് എന്താ കുഞ്ഞി, എന്റെ സ്നേഹം മാത്രം നീ തിരിച്ചറിയാണ്ട് പോയത്? ഏട്ടാ, നിങ്ങളിത് ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് അറിയോ കുഞ്ഞി? ജിത്തുവേട്ടാ, ഞാൻ നിങ്ങളെ എൻ്റെ ഏട്ടനായിട്ടല്ലേ? ഞാൻ നിന്നെ എന്റെ അനിയത്തിയായിട്ടല്ല കുഞ്ഞി കണ്ടേക്കുന്നേ. എന്റെ പെണ്ണായിട്ടാ ഞാൻ നിന്നെ സ്നേഹിച്ചേ. നമ്മൾ ഒരുമിച്ചുള്ള ഒരു ജീവിതം ഞാൻ എത്രമാത്രം സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് അറിയോ കുഞ്ഞി നിനക്ക്? നിന്റെ അടുത്ത് വരുമ്പോ, നിന്നെ കാണുമ്പോ, എന്തിന് നിന്നെ ഒന്ന് തൊടുമ്പോ ഞാൻ എത്രമാത്രം. ജിത്തുവേട്ടാ, നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കരുത്. എന്താ കുഞ്ഞി, ഞാൻ പറയുമ്പോ നിനക്ക് ഇതൊന്നും കേൾക്കാൻ പറ്റണില്ലേ? പക്ഷെ അവൻ പറയുമ്പോ ഇതല്ല ഇതിനപ്പുറം നീ കേട്ടോണ്ട് നിക്കാറില്ലേ കുഞ്ഞി? ജിത്തുവേട്ടാ, നിനക്കറിയോ, നിന്റെ കണ്ണെന്ന് നിറഞ്ഞ അതിന് കാരണക്കാരായവരാരായാലും എനിക്ക് അവരെ കൊല്ലാനുള്ള ദേഷ്യം വരും. ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടടി. ജിത്തുവേട്ടാ, നിങ്ങൾ ഈ പറയണത് എന്താന്നുള്ള വല്ല ബോധവും നിങ്ങൾക്കുണ്ടോ? ഞാൻ നല്ല സ്വബോധത്തോടുകൂടി തന്നെ എല്ലാം പറയുന്നേ. ഞാനല്ലേ നിന്നെ ആദ്യം സ്നേഹിച്ചു തുടങ്ങിയത്? ഞാനല്ലേ നിനക്ക് വേണ്ടിട്ട് എല്ലാം ചെയ്തു തന്നത്? പിന്നല്ലേ അവൻ നിന്നോട് അടുത്തത്? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാന്നറിഞ്ഞപ്പോ ഞാൻ അനുഭവിച്ച വിഷമവും വേദന എത്ര ഉണ്ടെന്ന് നിനക്കറിയോ? ഇത്രയും നാളും നീ എന്റെ കൺമുന്നിൽ ഓടിച്ചാടി നടന്നപ്പോഴെല്ലാം എനിക്കൊരാശ്വാസം ഉണ്ടായിരുന്നു. ഒന്നുമില്ല, എന്റെ കുഞ്ഞു പെണ്ണ് എന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ എന്ന്. പക്ഷെ നാളെ മുതൽ നീ അവൻ്റെതാവാൻ പോവുക. അതെന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല കുഞ്ഞി, ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഇത്രയും നാള് നിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്ര ഞാൻ ഒഴിഞ്ഞു മാറിപ്പോയത്. പക്ഷെ നീ ഇപ്പൊ എല്ലാ അർത്ഥത്തിലും എന്നെ വിട്ട് പോകുകയാണെന്ന് ഓർക്കുമ്പോ അതെന്നെ കൊണ്ട് പറ്റത്തില്ല കുഞ്ഞി.
ഇനി ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല, ആർക്കും. ചിത്തുവേട്ടാ, നിന്നെ നിന്നെ എനിക്ക് നഷ്ടപ്പെടുത്തി കളയാൻ വയ്യ കുഞ്ഞി, വയ്യ. നിനക്ക് നിനക്ക് എന്നെ ഒന്ന് സ്നേഹിച്ചൂടേടി. ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം. അവൻ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ, 1000 മടങ്ങ് കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിച്ചോളാം. നമുക്ക് ഈ കല്യാണം വേണ്ടടി. എങ്ങോട്ടേലും ഓടിപ്പോവാം, എങ്ങോട്ടേലും. ആരും ഒരിക്കലും വന്നെത്തിപ്പെടാത്തടത്ത് ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം കുഞ്ഞി. പോവാടി, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. ചിത്തുവേട്ടാ, നിങ്ങൾ എന്തൊക്കെയാ വിളിച്ച് പറയണേ? എനിക്ക് നിങ്ങളെ പേടിയാവാ ചിത്തുവേട്ടാ. എന്തിനാ നീ എന്നെ പേടിക്കുന്നേ? ഞാൻ നിന്റെ ചിത്തുവേട്ടനല്ലേ? കുഞ്ഞി, ചിത്തുവേട്ടൻ നിന്നെ ഒന്നും ചെയ്യലടി, ഒന്നും ചെയ്യില്ല. നീ എന്റെ കൂടെ വന്നാൽ മാത്രം മതി. നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ടേ? വേണ്ട ചിത്തുവേട്ടാ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ നിങ്ങളെ അങ്ങനൊന്നും കണ്ടിട്ടില്ല ചിത്തുവേട്ടാ. എന്റെ സ്വന്തം ഏട്ടനായിട്ടാ ഞാൻ. സ്വന്തം ഏട്ടനായിട്ടോ? ഒരാണൊരുത്തൻ ഒരു പെണ്ണിനെ ഏത് രീതിയിലാ നോക്കണേ, ഏത് രീതിയിലാ തൊടണേന്ന് ചിന്തിക്കാൻ ഒരു പെണ്ണിന് അധികം സമയമൊന്നും വേണ്ട. എന്നിട്ടും നീ എന്നെ മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞാ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല കുഞ്ഞി. നിനക്കും എന്നെ ഇഷ്ടമായിരുന്നല്ലേ? എനിക്കറിയാം. അവനുള്ളോണ്ടല്ലേ നീ അത് പ്രകടിപ്പിക്കാണ്ടിരുന്നത്? അല്ല ചിത്തുവേട്ടാ, അങ്ങനെ അല്ല. ഞാൻ ഒരിക്കൽ പോലും. കുഞ്ഞി നീ എന്റെ മുന്നിൽ ഇങ്ങനെ കരയല്ലേ? നിന്റെ കണ്ണ് നിറയണത് പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ലടി. ചിത്തുവേട്ടാ, എനിക്കെന്റെ കിച്ചനെ അല്ലാണ്ട് നിങ്ങളെ കുറിച്ച് അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞാൻ നിങ്ങളെ എന്റെ സ്വന്തം ഏട്ടനായിട്ടല്ലേ കണ്ടേ. പക്ഷെ നിങ്ങളെന്നെ, എനിക്കത് ഓർക്കുമ്പോ തന്നെ. നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്ന എന്നെ കുറിച്ച് നീ ഓർക്കുമ്പോ നിനക്ക് എന്നോട് അറപ്പും വെറുപ്പും തോന്നുന്നല്ലേ? കുഞ്ഞി, നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നെ വേണം. അതിനിപ്പം ഏത് രീതിയിലായാലും ഞാൻ നിന്നെ. ചിത്തുവേട്ടാ, വേണ്ട. ഒരുപക്ഷെ നിനക്കെന്നെ സ്നേഹിക്കാൻ സമയം വേണമായിരിക്കും അല്ലേ? നീ എത്ര സമയം വേണേലും എടുത്തോ. പക്ഷെ ഞാൻ നിന്നെ വിട്ടുകളയില്ല കുഞ്ഞി. എനിക്ക് നിന്നെ വേണം. എന്ത് ചെയ്തിട്ടായാലും, അതിനിപ്പം നിന്റെ സമ്മതം ഇല്ലാണ്ടായാലും ഞാൻ സ്വന്തമാക്കിയിരിക്കും കുഞ്ഞി. നീ എന്നതാ കുഞ്ഞി? എന്നെ മാത്രം. ഞാൻ നിന്നെ വേദനിപ്പിക്കാണ്ട്. വേണ്ട ചിത്തുവേട്ടാ, ഒന്നും ചെയ്യല്ലേ പ്ലീസ്. ചിത്തുവേട്ടന്റെ കുഞ്ഞിയല്ലേ പറയണേ. വീണ്ടും ചിത്തുവേട്ടാ. വീടന്നെ ചിത്തുവേട്ടാ, വേണ്ട. വേണം കുഞ്ഞി, ഇത് വേണം. ചിത്തുവേട്ടാ. ഹാ